ഇതാ ഇന്ന് നമ്മൾ അവിയലിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അത് ഓട്ടുരുളിയിൽ വെച്ചെടുത്ത അവിയൽ. ഇതേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഓട്ടുരുളി നമ്മൾ അടുപ്പേ വെച്ച് നല്ലോണം ചൂടാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉരുളിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പറഞ്ഞാൽ അടി പിടിക്കാതിരിക്കുന്നത്. അതാ കണ്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടാൽ അത് അടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് പാത്രം വെച്ചാലും അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഷ്ണങ്ങൾ വാരിയിടുക. പിന്നെ ഇതിനകത്ത് അധികം വെള്ളം ഒഴിക്കത്തില്ല അവിയലിന്. കാരണം കുമ്പളങ്ങയും വെള്ളരിക്കായും ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം അതിൽ നിന്നും വീഴുന്ന വെള്ളത്തിലാണ് കഷ്ണങ്ങൾ വേകാറ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിനകത്തോട്ട് കഷ്ണങ്ങളെല്ലാം വാരിയിട്ട് നല്ല കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുമായിരുന്നു. വെള്ളത്തിൽ നിന്ന് വാരി ഓട്ടുരുളിയിലോട്ടിട്ട് മേലിൽ അതിനകത്ത് 1-2 കഷ്ണങ്ങൾ അരിയാത്തതുണ്ട്. അത് ഇങ്ങെടുത്ത് നമുക്ക് അരിഞ്ഞതിനകത്തിടാം. മത്തങ്ങ, വെള്ളരിക്ക, വഴുതനങ്ങ, പടവലങ്ങ, കോവയ്ക്ക, മുരിങ്ങയ്ക്ക, കിഴങ്ങ്, സവാള, ഇതെല്ലാം കൂടെ പ്രധാനപ്പെട്ട കഷ്ണങ്ങൾ ചേർത്ത് മാത്രമാണ് നമ്മൾ ക്യാരറ്റും ഒക്കെ ചേർത്ത് മാത്രമാണ് അവിയലുണ്ടാക്കുന്നത്. ഒരുപാട് അലുപ്പിലിട്ട് കഷ്ണങ്ങൾ വാരിയിട്ടാൽ വെന്തങ്ങ് വല്ലാതായിപ്പോവും. കണ്ടോ ഇപ്പം തന്നെ. പിന്നെ ഞാൻ അതിനകത്ത് എരിവിനായിട്ട് ഒരു 5-6 പച്ചമുളക് ഇടുന്നുണ്ട്. പച്ചമുളകല്ലേ നമ്മളിടുന്നത്. പിന്നെ ഒരു ചെറിയ തക്കാളിക്ക് ഇടുന്നത് പറഞ്ഞാൽ പുളിയുടെ ആവശ്യത്തിനല്ല. പുളിയുടെ ആവശ്യത്തിന് ഞാൻ നല്ല മൂവാണ്ടം മാങ്ങ തൊലി കളഞ്ഞ് അരിഞ്ഞതാണ് ഇതാണ്ടായിരുന്നത്. തൊലി കളഞ്ഞരിയുന്നതെന്ന് പറഞ്ഞാൽ വെന്ത് വരുമ്പോൾ മാങ്ങ ഉടഞ്ഞു ചേരും അതിനകത്ത്. അപ്പം തൊലി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തൊലി കടിക്കാൻ അത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ മാങ്ങ തൊലി കളഞ്ഞ് അരിഞ്ഞ് ചേർത്തത്. അതിന് അത് നമുക്കെല്ലാം കൂടെ ഒന്ന് തടുത്ത് കൂട്ടി വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഇത് വയ്ക്കുന്നത്. കാരണം ഇതിപ്പോൾ വെളിയിൽ വയ്ക്കുന്നതുകൊണ്ടാണ്, വെയിലും കൂടെ ആയതുകൊണ്ടാണ്. ഇതാ നല്ലോണം ആവി വരുന്നുണ്ട് കണ്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ അതൊരു പകുതിയായിട്ടാണ്. മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾക്ക് കളറ് പിടിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അത് അടച്ച് വെച്ച് നല്ലോണം ആവി വന്നു ആ ഒറ്റ ആവിക്ക് തന്നെ അത് വെന്ത് ഒരു ശകലം വെള്ളമോ ഒന്നുമില്ല. നിങ്ങൾ നോക്കിയേ കഷ്ണം നല്ലോണം വെന്തിരിക്കുന്നത്. ഇങ്ങനെ അവിയൽ വയ്ക്കുന്നത് ഏറ്റവും നല്ല ടേസ്റ്റാണ്. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് വേകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ്. പിന്നെ ഞാൻ അതിന് തുപ്പൊടി ഇട്ടായിരുന്നു, അതെടുക്കാൻ മറന്നു പോയത്. പിന്നെ അതിന് ചേർക്കാനുള്ള തേങ്ങയാണ്. തേങ്ങ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, 2 കഷ്ണം വെളുത്തുള്ളി. ഒത്തിരി വെളുത്തുള്ളി ചേർക്കില്ല അവിയലിന്, ചുമന്നുള്ളിയാണ് കൂടുതലും ചേർക്കുക. അത് ചേർക്കുന്ന വിധം ഞാൻ അതുണ്ട്, അത് കാണിച്ചു തരാം. ശകലം ജീരകം, ഇതൊന്ന് മിക്സിയിൽ അടിച്ച് വേണം. അവിയൽ കണ്ടോ വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ശകലം പോലും വെള്ളമില്ലാതിരിക്കുന്നത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത്. അത് കണ്ടോ. അത് എന്തുവാണോ അരപ്പിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ ഒന്നിച്ച് ആ അരപ്പൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ചത് ഇളക്കിയെടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ഒരു ശകലം പോലും വെള്ളമോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കാണുന്നില്ല. അത് ആ അരപ്പിനകത്ത് കഴുകിപ്പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ആ അരപ്പും കഷ്ണം എല്ലാം കൂടെ ഇളക്കി പിടിപ്പിക്കണം നമ്മൾ. ഇളക്കി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ അതിൻ്റെ ആ ഒരു ശകലം പോലും വെള്ളമില്ല. ആ അരപ്പ് മാത്രം ഇളക്കി വന്നപ്പോഴത്തേക്ക് നല്ലൊരിതില്ലേ. അതിനകത്തോട്ട് ഞാൻ ചുമന്നുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒന്നിച്ച് ചതച്ച്, വെളിച്ചെണ്ണ ഇച്ചിരി ഏറെ ഒഴിച്ച് ചതച്ചിട്ടാണ് ചുമന്നുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ചതച്ചിട്ട് ഞാൻ ആ അവിയലിങ്ങനെ അതിനോടുകൂടി പൊത്തി വെച്ചിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് ഒന്നിതായി കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേന് ഇപ്പോൾ ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. വെയിലത്തായിരുന്നു, വെളിയിലല്ലേ അടുപ്പ് കൂട്ടിയത്. അപ്പോൾ അത് കാരണം വെയിലുണ്ട്. അതുകൊണ്ടാണ് അവിയൽ വെയിലിൻ്റെയും കൂടെ വെട്ടം വന്നപ്പോഴത്തേക്ക് നല്ലൊരു കളറായി. എന്നാലും അവിയലിന് നല്ല കളറുണ്ട്. നല്ല സൂപ്പർ അവിയലാണ്. കണ്ടോ ഒരു ശകലം പോലും വെള്ളമില്ലാതെ കണ്ടോ നമ്മൾ അവിയൽ നല്ല വൃത്തിയെടുക്കും. ഇതിനകത്ത് പ്രധാനമായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ ചുമന്നുള്ളിയുടെ ഗന്ധവും പിന്നെ ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും കൂടെ ഗന്ധമാണ് പ്രധാനമായിട്ട് മുന്നോട്ട് നിൽക്കുന്നത്. അതാണ് അവിയലിന് ടേസ്റ്റ് കൂട്ടുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അത് എല്ലാവരും എൻ്റെ രീതിക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ. പിന്നെ എല്ലാം യോജിപ്പിച്ച് നല്ല ഇതായിട്ടുണ്ട് കണ്ടോ.
അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് പറയണം. അപ്പം അതേണ്ടേ നല്ല വൃത്തിയായിട്ട് ഉരുളിയിൽ അവിയൽ ചേർന്നിട്ട്